പാവയ്ക്ക് രണ്ടെണ്ണം ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ ഞാനൊന്ന് കയ്യിലെടുത്തു. ഞാൻ വിചാരിച്ചു ഇതും കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി അങ്ങ് പിടിച്ചാലോ എന്ന്. എപ്പോഴും ഒരേപോലെ ആകുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. അതുമാത്രമല്ല പാവയ്ക്കയല്ലേ, കയ്പും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ റൗണ്ടിൽ അരിഞ്ഞ് കുറേ സമയത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് നല്ലോണം പിഴിഞ്ഞ് വാരി എടുത്തു കേട്ടോ. പിന്നെ പൊടികൾ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഇറച്ചി മസാല ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. കുറച്ച് ഞാൻ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് വെപ്രാളം കൊണ്ട് അതാ കുറച്ച് അതിൻ്റെ പുറത്തോട്ടും പോയി കേട്ടോ. ഒരു കയ്യിൽ ഫോണാണല്ലോ, അതുകൊണ്ട് കുറച്ച് പുറത്തോട്ട് പോയി. ഇനി നന്നായിട്ട് എല്ലാം കൂടി നമുക്ക് ഈ റൗണ്ട് ആക്കി വെക്കുന്ന പാവയ്ക്ക കഷ്ണത്തിന് അങ്ങോട്ട് കോരി കോരി അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചതാ ഈ പരുവായി കേട്ടോ. തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 10 മിനിറ്റ് അങ്ങ് വെച്ചതിന് ശേഷം അതാ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടി ഓരോന്നോരോന്നായി പെറുക്കി ഇട്ട് കൊടുത്തു. ആ പുളിയുടെ ആ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് എണ്ണയിലോട്ട് ഇടുമ്പോൾ പടപടാന്നങ്ങോട്ട് പൊട്ടുവാണ്. സൂക്ഷിച്ചിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ പടപടായൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കിയെന്ന് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒരു ഭംഗിക്കുമായി രുചിക്കുമായി അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. ഞാൻ ഈ പാനിൽ ഈ തവി കൊണ്ട് ഇളക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ കൊള്ളിക്കാതെ മെല്ലെയാണ് കേട്ടോ ഇളക്കി എടുത്തേക്കുന്നത്. അങ്ങനെ ഇളക്കി ഒന്നും പൊട്ടിപ്പോകാതെ നല്ല ഒന്നാം തരം പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുത്ത്. ചോറ് ചൂടിൻ്റെ കൂടെ ഇത് കുഴച്ചങ്ങോട്ട് കഴിക്കണം. സൈഡിലൊരു തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച അനുഭവം ഉണ്ടോ എന്ന് പറയണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.